സ്നേഹത്താൽ മനോഹരമായ ഈ ദിവസത്തിൽ കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ പേര് ജീവിതത്തിൽ പലവിധ പ്രയാസങ്ങളും ഭാരങ്ങളും ദുഃഖങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ നന്മകളെ, നമ്മുടെ ജീവിതത്തിലെ സന്തോഷങ്ങളെ കൂടി അത് കെടുത്തിക്കളയും. ഒരു ചെറിയ മുള്ള് കാലിൽ തറച്ചാൽ ആ മുള്ള് നിമിത്തം നമ്മുടെ ആ ദിവസം മുഴുവനും നമുക്ക് പ്രയാസമായിട്ട് തോന്നും, ശരിയല്ലേ? പക്ഷെങ്കിൽ ആ മുള്ള് അവിടെ നിന്ന് പറിച്ചെടുത്ത് കളഞ്ഞാൽ ആ വേദന അവിടെ മാറിപ്പോകും എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഭാരങ്ങളും പ്രയാസങ്ങളുമൊക്കെ ഒരു കറക്റ്റ് പറയേണ്ട ആളുടെ അടുത്ത് എല്ലാ സഹായങ്ങളും ചെയ്തു തരുവാനായിട്ട് നമ്മുടെ മഹാപുരോഹിതനായ യേശുക്രിസ്തു പിതാവിൻ്റെ വലത്തുഭാഗത്തുണ്ട്. അപ്പോൾ കരുണ ലഭിക്കുവാനും സമയത്ത് സഹായത്തിനുള്ള കൃപ ലഭിക്കുവാനുമായിട്ട് നമുക്ക് ആ കൃപാസനത്തിലേക്ക്, ആ കർത്താവിൻ്റെ അടുത്തേക്ക് കടന്നു ചെല്ലാം. എബ്രായർക്കെഴുതിയ ലേഖനത്തിലെ 4-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിലാണ് ഇത് പറയുന്നത്. കർത്താവിൽ പ്രിയരെ, ദൈവത്തിൻ്റെ വചനം മാറ്റമില്ലാത്തത്. അപ്പോൾ ജീവിതത്തിൽ ഭാരങ്ങൾ വരാം, സന്തോഷങ്ങൾ വരാം, സങ്കടങ്ങൾ വരാം. ഇവയെല്ലാം നമ്മൾ ആരോടാണ് പങ്കുവെക്കേണ്ടത്? എല്ലാ സങ്കടത്തിലും സന്തോഷത്തിലും എല്ലാം നമ്മളെ സഹായിക്കുന്ന നമ്മുടെ കർത്താവിനോട്. അതുകൊണ്ട് ഈ വചനത്താൽ ദൈവം നമ്മളെ ശക്തിപ്പെടുത്തട്ടെ. നീയല്ലാതാശ്രയിപ്പാൻ വേറെ ലോകത്തിലൊന്നുമില്ല. അപ്പനമ്മ, മക്കൾ, സോദര, ബന്ധുക്കൾ എല്ലാം വെടിഞ്ഞി പൂവിൽ. എൻ്റെ അപ്പനോടൊപ്പമായി പാരിലെങ്ങുമേ മറ്റാരെയും കാണുന്നില്ലേ.